Hello friends, welcome to Resolute Academy. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കോഡിംഗ് ഡീകോഡിംഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. സോ പ്ലീസ് മേക്ക് ഷുവർ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരിക, സോ ദാറ്റ് യു ഗെറ്റ് എ ഫാമിലിയാരിറ്റി വിത്ത് ദ കൺസെപ്റ്റ് ഹിയർ. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ സെക്കൻഡ് ടൈപ്പ്. സോ വൺ ബൈ വൺ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മളത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദിസ് ക്വസ്റ്റ്യൻ ഹിയർ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ പറഞ്ഞേക്കുന്നത് in how many such pairs of letters, ഇത് ശ്രദ്ധിച്ചോണം, pairs of letters in the word credible which has many letter between them as in the English alphabet. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ക്രെഡിബിൾ എന്നുള്ള വാക്കിൽ ഇങ്ങനത്തെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ദാറ്റ് ആ രണ്ട് ലെറ്റേഴ്സിനിടയിൽ വരുന്ന ലെറ്റേഴ്സ് അതിൻ്റെ ഗ്യാപ്പും ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആക്ച്വലി ആ രണ്ട് ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പും സെയിം ആയിരിക്കണം. സോ ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം, ആൻഡ് ദെൻ വി വിൽ സീ ദ ക്വസ്റ്റ്യൻ ഹിയർ. സോ ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. സേ ബി ഇ, ഈ രണ്ട് ലെറ്റേഴ്സിന് നമ്മളെ ആക്ച്വൽ ആൽഫബറ്റിൽ എ ബി സി ഡി ഇ എന്ന ആൽഫബറ്റിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ രണ്ട് ലെറ്റേഴ്സ് ഉണ്ട്, സിയും ഡിയും. യെസ്, സോ ഞാൻ വേണമെങ്കിൽ ഒരിക്കലും എഴുതി കാണിക്കാം. സോ ബി ഇ, ഇതിൻ്റെ ഇടയിലുള്ള രണ്ട് ലെറ്റേഴ്സ് ഏതാണ്, സിയും ഡിയും. ഓക്കെ, സോ ഇവർ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഒറിജിനൽ ഓർഡറിൽ ഒറിജിനൽ ലെറ്റേഴ്സിൽ ബിക്കും ഇക്കും ഇടയിൽ എന്തുണ്ട്, രണ്ട് ലെറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് തരുവാണ്, ആ വേർഡിനകത്ത് ഈ രണ്ട് ലെറ്റേഴ്സും കിടക്കുകയാണെങ്കിൽ അവിടെയും എന്ത് വേണം, ഈ പറയുന്ന ഗ്യാപ്പ് തന്നെ വേണം, നടുക്ക് അവർക്കിടയിൽ രണ്ട് ലെറ്റേഴ്സ് തന്നെ വേണം. ഏത് രണ്ട് ലെറ്റേഴ്സ് ആയാലും കുഴപ്പമില്ല. സോ ബിക്കും ഇക്കും ഇടയിൽ രണ്ട് ലെറ്റേഴ്സ് ഉണ്ട്, നമുക്ക് തരുന്ന വേർഡിനകത്തും ബിയും ഇയും വരുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവണം, രണ്ട് ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് വേണം. അതാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു പെയർ ആവും. ഓക്കെ, സോ ഇവിടെ ബിയും ഇക്കും ഇടയിൽ രണ്ട് ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, നടുക്ക് രണ്ട് ലെറ്റേഴ്സ് വരെ. ഏതെങ്കിലും ഒരു വേർഡിനകത്ത് സേ ബി എം എൻ ഇ വരെയാണ്. അപ്പോൾ അതിനകത്ത് ബിയും ഇയും ഉണ്ട്, അവർക്ക് ഇടയിൽ രണ്ട് ലെറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് ബേസിക് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, സോ ഹൗ മെനി such pairs of letters in the word credible which has as many letters between them as in the English alphabet. So English alphabetൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും തന്നെ ആ വേർഡിനകത്തും ആ ലെറ്റേഴ്സിനിടയിൽ ഉണ്ടാവണം. സോ നമുക്ക് നോക്കാം ആ വേർഡ്, എന്നിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നോക്കാം. സോ തന്നിരിക്കുന്ന വേർഡ് ഏതാണ്, ക്രെഡിബിൾ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ഡയറക്റ്റ്ലി കാണിച്ചു തരാം, എന്നിട്ട് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് കൂടെ പറയാം. കാരണം എനിവേസ് ലെറ്റ്സ് സീ. ഇവിടെ നോക്ക്, ഈ രണ്ട് ലെറ്റേഴ്സ് നോക്ക്, സിയും ഇയും. ഒറിജിനലി നമുക്ക് സിക്കും ഇക്കും ഇടയിൽ എത്ര ലെറ്റർ ഉണ്ട്, ഒരു ലെറ്റർ ഡി. ഇവിടെയും സിക്കും ഇക്കും ഇടയിൽ എത്ര ലെറ്റർ ഉണ്ട്, ഒരു ലെറ്റർ. സോ ആക്ച്വൽ ആൽഫബറ്റ്സിനിടയിലും സിക്കും ഇടയിലുള്ള ഗ്യാപ്പ് തന്നെയാണ് ഇവിടെയും ഈ വേർഡിനകത്ത് സിയും ഇ വന്നപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അവിടെയാണ് നമ്മളതിനെ പറയുന്നതാണ് ഒരു പെയർ ആയെന്ന്. ഓക്കെ, സോ ഇങ്ങനെ ഈ വേർഡിനകത്ത് വേറെയും പെയർസ് കിടപ്പുണ്ടാവും. സോ അതിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഞാനിത് രണ്ട് അപ്രോച്ച് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എക്സാം സിനാരിയോയിൽ ഇപ്പോൾ ഇതൊരു വലിയ ലെങ്ത് ഉള്ള വേർഡല്ല, അധികം ലെറ്റേഴ്സ് ഉള്ള വേർഡ് അല്ല, അതുകൊണ്ട് ആൻസർ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. പക്ഷേ എക്സാമിൽ ചിലപ്പോൾ വലിയ നീളമുള്ള ഒരു വേർഡ് ആയിരിക്കും തരുന്നത്. അവിടെ നമുക്ക് ഓരോന്നിങ്ങനെ മാച്ച് ചെയ്ത് പോയിട്ട് വരും. കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ രണ്ടോ മൂന്നോ നമുക്ക് അങ്ങനത്തെ പേരെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണമെങ്കിൽ എല്ലാം കറക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാം കമ്പയർ ചെയ്ത് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ സമയമെടുക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, പക്ഷേ സെക്കൻഡ് പ്രയോറിറ്റിയിൽ മാത്രം. ഇതിനേക്കാളും എളുപ്പമാണ് ബ്ലഡ് റിലേഷനും ഡയറക്ഷൻസ് ക്വസ്റ്റ്യൻസ് കുറച്ച് സമയത്ത് ചെയ്യാൻ പറ്റും. ഇനീക്വാളിറ്റീസ് ക്വസ്റ്റ്യൻസ്, സിലോയിസം ഇതേ സമയം കൊണ്ട് കൂടുതൽ എണ്ണം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ വേണം ഫോക്കസ് ചെയ്യാൻ. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ഇവിടെ എങ്ങനെ അപ്രോച്ച് ചെയ്യും? സോ ഞാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഫസ്റ്റ് അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത്, വേറെ സെക്കൻഡ് അപ്രോച്ചും പറഞ്ഞുതരാം. രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നണം നിങ്ങൾ ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ചു തുടങ്ങും ആദ്യം. ഓക്കെ, ലെറ്ററിന് അങ്ങോട്ട് വായിച്ചു തുടങ്ങും. സോ സി ഡി ഇ, എവിടെയാണോ അത് മാച്ച് ആവുന്നത് അത് പെയറായി. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. സി ഡി ഇ, സി എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, സി അടുത്ത് വരുന്ന ഡി ആണ്, അത് കഴിഞ്ഞിട്ട് ഇ. ഇവിടെ കണ്ടോ ഈ മാച്ച് ആയില്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിയും ഇയും ഇവിടെ ഇടയ്ക്ക് ഡി വരണം, പക്ഷേ ഇവിടെ ആറാണുള്ളത്. സോ ഇവിടെ ഇത് മാച്ചായി. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് പെയർ ആണ്. സോ ഞാൻ എഴുതിയെടുക്കുമ്പോൾ എന്താണ്, സി ഇ എന്നുള്ളത് എൻ്റെ ഒരു പെയറായി. ഓക്കെ, ഇനി ഞാൻ മുമ്പോട്ട് വായിച്ചു പോകും.
മുമ്പോട്ട് വായിച്ചു പോകാം. നമ്മൾ CDE വരെ നിർത്തിയ FGHIJ അവിടെ വരെ പിന്നെ വേറെ ഒരു മാച്ചും വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വായിച്ചു പോവുക. ദാറ്റ്സ് ഇനഫ് ടു ഗെറ്റ് ദ ആൻസേഴ്സ്. രണ്ടാമത്തത് ഓരോ ലെറ്ററും അങ്ങനെ പോകണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, സമയം എടുക്കും. ഓക്കെ, ആറ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുക. ആദ്യം RSTUVWX. നൗ സി, ഇവിടെ ഇപ്പം സിമ്പിളായിട്ടൊരു ലോജിക് അപ്ലൈ ചെയ്യും. നമുക്കിവിടെ ഇപ്പോൾ ഒരു പെയറും കിട്ടിയില്ല. ആറിൻ്റെ കൂടെ മുമ്പോട്ട് ഒരു പെയർ കിട്ടണമെങ്കിൽ ആറിനേക്കാളും വലിയ ലെറ്റേഴ്സ് വേണ്ടേ? ഇവിടെ ആറിനേക്കാളും വലിയ ലെറ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. STU, എസിന് ശേഷമുള്ളതല്ലേ വന്നാലല്ലേ പെയർ ആവുള്ളൂ. സോ അതാവില്ല. ഇങ്ങോട്ട് തിരിച്ച് RS ഇതും ആവുന്നില്ല. അടുത്ത് EFGHIJ വർക്കൗട്ട് ആവണില്ല. EFG ഇങ്ങോട്ടും കിട്ടുന്നില്ല. അടുത്ത D വെച്ച് നോക്കാം. DEFGH അങ്ങോട്ടില്ല. അടുത്ത് ഇങ്ങോട്ട് നോക്കാം. ഫസ്റ്റ് ലെറ്ററിൽ നമ്മൾ അങ്ങോട്ട് മാത്രം നോക്കിയെന്ന് കഴിഞ്ഞാൽ എൻ്റെ പുറകിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത DEFG ഇവിടെ നോക്ക്, DE കിട്ടിയില്ലേ പേര്? ഓക്കെ, സോ ഇതിൻ്റെ ഓർഡറിൻ്റെ കാര്യവും ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കിയോ. അടുത്ത പേര് എന്താണ്? DE ആണ്. ഓക്കെ, നൗ സോ നമ്മൾ അങ്ങോട്ടും വായിച്ച് ഇങ്ങോട്ടും വായിച്ച് ഡിയുടെ കാര്യത്തിൽ. അടുത്ത IJKL. ഓക്കെ, അവിടെ ഇല്ല. IJKLM ഇങ്ങോട്ടും ഇല്ല. അടുത്ത BCD ഇല്ല. BCD കിട്ടിയില്ലേ? BCD. ഓക്കെ, സോ അടുത്ത പേര് ഏതാണ്? DB. ഇതാണ് നമ്മൾ അടുത്ത പേര്. അത് മുമ്പോട്ടും വായിച്ചു പോകണ്ടേ? BCDE. അടുത്ത ഇതും കിട്ടുന്നില്ലേ? ബിയും ഇയും. BCD, പിന്നെ അതേപോലെ BCDE. സോ ബിക്കും ഇക്കും ഇടയിൽ 2 ഗ്യാപ്പ് ഉണ്ട്, ബിക്ക് ഡിക്ക് ഇടയിൽ 1 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് 2 പേരാവും. E എന്നിട്ട് B. ഇനി അടുത്ത് സോ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ BCDEFG അതിലില്ല. പിന്നെ അടുത്ത് LM അങ്ങോട്ടില്ല. LMNOPQR ഇങ്ങോട്ടില്ല. E അങ്ങോട്ടില്ല. EFGHIJKL. സോ ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റനിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും പേര് കിട്ടിക്കണേൽ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ചില ക്വസ്റ്റ്യൻസിൽ അവരെന്ത് പറയും? ഈ പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ട് ഹൗ മെനി സച്ച് പെയർസ് ഓഫ് ലെറ്റർ ഇൻ ദ വേർഡ് ക്രെഡിബിൾ വിച്ച് ഹാസ് ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓൺലി കാൽക്കുലേറ്റ് ഫോർവേഡ് എന്ന് വേണമെങ്കിൽ പറയും. ഓൺലി കാൽക്കുലേറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്, ഏതെങ്കിലും ഒന്ന് പറയും. ഓക്കെ, സോ ഇവിടെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ അണ്ടർസ്റ്റാൻഡ്, ഫോർവേഡും ബാക്ക്വേർഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ആ 2 ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഒറിജിനൽ ലെറ്ററും ഇവിടെ തന്നെങ്കിൽ ആ 2 ലെറ്റേഴ്സിനുള്ള ഗ്യാപ്പ് മാത്രമേ നോക്കാനുള്ളൂ. പക്ഷേ ഫോർവേഡ് ആണ് പറഞ്ഞേക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓർഡറും കൂടെ നോക്കണം. അവിടെ ഫോർവേഡിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സി, ഒറിജിനൽ നമ്മളെ ആൽഫബേറ്റ്സിനകത്ത് C ആദ്യം വരും ആണല്ലോ. ഒറിജിനൽ ആൽഫബേറ്റ്സിനകത്ത് C ആദ്യം വരും. ഇവിടെയും C ആദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഫോർവേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്ക്, ഒറിജിനൽ ആൽഫബറ്റിൽ നമുക്ക് D ആണ് ആദ്യം വരുന്നത്. പക്ഷേ ഇവിടെ ഏതാണ് ആദ്യം വന്നേക്കുന്നത്? ഗ്യാപ്പ് മാത്രം നോക്കുകയാണ്. ഫോർവേഡും ബാക്ക്വേർഡും പറയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. കാരണം ഇവിടെ നമുക്ക് ഏത് രീതിയിലാണ് ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഇക്കും ഡിക്കും ഇടയിൽ ആക്ച്വൽ ലെറ്ററിൻ്റെ ഗ്യാപ്പ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു. പക്ഷേ ഫോർവേഡ് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് എടുക്കും? ഈ പോയിന്റ് എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം D വരണമായിരുന്നു. അതുപോലെ ഇവിടെ നോക്ക്, ഫോർവേഡിൽ എടുക്കുകയാണെങ്കിൽ ഫോർവേഡ് ആണ് പറഞ്ഞിരുന്നെങ്കിൽ B ആണ് ആദ്യം വരേണ്ടത്. ഇവിടെ പക്ഷേ ആദ്യം D ആണ് കിടക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കുമ്പോൾ ആദ്യം D ആണ് കിടക്കുന്നത്. പക്ഷേ ആക്ച്വൽ ഓർഡറിൽ എന്താണ്? ലെഫ്റ്റ് റൈറ്റ് നോക്കുമ്പോൾ B ആണ് വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഫോർവേഡിൽ എടുക്കാൻ പറ്റില്ല. ഇത് എവിടെ എടുക്കാൻ പറ്റും? ബാക്ക്വേർഡ് പറയുകയാണെങ്കിൽ ഇത് എടുക്കാൻ പറ്റും. ഇത് ബാക്ക്വേർഡിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇവിടെ നോക്ക്, ആദ്യം B ആണ് വരേണ്ടത്, പിന്നീടാണ് E വരേണ്ടത് ഫോർവേഡ് ആണെങ്കിൽ. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റനിൽ ഫോർവേഡ് ബാക്ക്വേർഡ് പറഞ്ഞിട്ടില്ല. അവിടെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഫോർവേഡ് ബാക്ക്വേർഡിൻ്റെ കൺസെപ്റ്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ജസ്റ്റ് ഇവർക്കിടയിലുള്ള ഗ്യാപ്പ്, സിക്കും ഇക്കും ഇടയിൽ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ സിക്കും ഇക്കും ഇടയിൽ ഒരു ഗ്യാപ്പ്. ഇക്കും ഡിക്കും ഇടയിൽ ഗ്യാപ്പ് ഇല്ല, ഇവിടെയും ഇക്കും ഡിക്കും ഇടയിൽ ഗ്യാപ്പ് ഇല്ല. ഇവിടെ ഡിക്കും ബിക്കും ഇടയിൽ ഇവിടെ എന്താണ്? ആക്ച്വൽ ലെറ്റേഴ്സിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഇക്കും ബിക്കും ഇടയിൽ ആക്ച്വൽ ലെറ്റേഴ്സ് 2 ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര പെയർസ് കിട്ടി? ഇവിടെ മോർ ദാൻ 3. ഓക്കെ, 3 കൂടുതൽ പെയർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്ക്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് വൺ. രണ്ടാമത്തെ ക്വസ്റ്റനിലും ആദ്യത്തെ ക്വസ്റ്റനിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണേ. How many such pairs of letters in the word flashlight, each of which is far away from the beginning of the word as it is from the English alphabet? ഇവിടെ പറഞ്ഞ എന്താണ്? How many such pair of letters in the word credible which has as many letters between them as in the English letter? ഇതെന്താണ്? As is far away from the beginning of the word as it is from the English alphabet. 2 ക്വസ്റ്റനിലും വ്യത്യാസമുണ്ട്, ഒരു സട്ടൽ ഡിഫറൻസ് ഉണ്ട്.
അതിൽ പറഞ്ഞ എന്താണ്, രണ്ട് ലെറ്ററിനിടയ്ക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ഗ്യാപ്പ് ഉണ്ടോ അത്രയും തന്നെ ആ ഒരു വേർഡിനകത്ത് ആ രണ്ട് ലെറ്റർ വരുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവണം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെറ്റർ തരാണ്, സേ ഫോർ എക്സാമ്പിൾ സി. ഈ സി എന്നുള്ള ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ തുടക്കത്തിൽ നിന്ന് എത്രാമത്തെ പൊസിഷനിലാണോ, അപ്പോൾ എ ബി സി ആണ്, തുടക്കത്തിൽ നിന്ന് സി എത്രാമത്തെ പൊസിഷനിലാണ്, അതിൻ്റെ പ്ലേസ് വാല്യൂ ദാറ്റ് ഈസ് മൂന്നാമത്തെ പൊസിഷനിലാണ്. അതേ പൊസിഷനിലായിരിക്കണം ഇത് എവിടെ, വേർഡിനകത്ത്. എന്ന് വെച്ചാൽ സി ആൽഫബറ്റ്സിൽ തുടക്കത്തിൽ നിന്ന് മൂന്നാമത്തതാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന വേർഡിനകത്ത് മൂന്നാമത്തെ പൊസിഷനിൽ തന്നെയാണെങ്കിൽ അതൊരു പെയറാവും. മറ്റേത് അങ്ങനെയല്ല, രണ്ട് ലെറ്റേഴ്സിനിടയിൽ എത്ര ഗ്യാപ്പ് ആണോ അതേ ഗ്യാപ്പ് നമുക്ക് ഒറിജിനൽ ആൽഫബറ്റ്സിലും ആണെങ്കിൽ അതൊരു പെയറാവും. ഇവിടെ ഈസ് ഫാർ അവേ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് ആസ് ഇറ്റ് ഈസ് ഫ്രം ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ ബിഗിനിങ്ങിൽ നിന്ന് ഇത് എത്ര ഡിസ്റ്റൻസ് ആണോ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ അത്രയും ഡിസ്റ്റൻസിൽ തന്നെ ആ വേർഡിനകത്തും ഉണ്ടാവണം. സോ ബേസിക്കലി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് ഇല്ലേ, സിയുടെ പ്ലേസ് വാല്യൂ 3 ആണ്, അതേ പൊസിഷനിലാണോ ഈ പറയുന്ന ലെറ്റർ നമ്മളെ വേർഡിൽ ഇരിക്കുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. രണ്ടിലെയും ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സി, ഇതിനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് ഏതാണ്, ഫ്ലാഷ് ലൈറ്റ്. ഫ്ലാഷ് ലൈറ്റ് എന്നുള്ള വേർഡിൽ നമുക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ലെറ്റ്സ് സി. സോ എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്. ഓക്കെ, സോ ബേസിക്കലി ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എഫ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ദാറ്റ് ഈസ് എ തൊട്ട് തുടങ്ങുമ്പോഴേ എ ബി സി ഡി ഇ എഫ്, അതാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ. എഫ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 6ാമത്തെ പൊസിഷനിലാണ്. ഈ വേർഡിനകത്തും എഫ് 6ാമത്തെ പൊസിഷനിലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, അതൊരു പെയർ ആവുമായിരുന്നു. പക്ഷേ ഈ വേർഡിനകത്ത് ഇതിൻ്റെ പൊസിഷൻ എന്താണ്, ഫസ്റ്റ് പൊസിഷനിലാണ്. സോ പെയർ ആവുന്നുണ്ടോ, ഇല്ല. എൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ 12ാമത്തെ പൊസിഷനിലാണ്. ദാറ്റ് ഈസ് എല്ലിൻ്റെ പ്ലേസ് വാല്യൂ 12 ആണ്. പക്ഷേ ഈ വേർഡിനകത്ത് എല്ലിൻ്റെ പൊസിഷൻ 2nd ആണ്, ഇതും പെയർ ആവില്ല. എ എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒറിജിനലി ഫസ്റ്റ് പൊസിഷനിലാണ്, പക്ഷേ ഇവിടെ ഇത് എത്രാമത്തെ പൊസിഷനിലാണ്, 3ാമത്തെ പൊസിഷനിലാണ്. ഇവിടെ മാച്ച് മുകളിലത്തെ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഇവിടുത്തെ താഴെ വേർഡിനകത്ത് ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഇതിൻ്റെ ഒറിജിനൽ പ്ലേസ് വാല്യൂ മാച്ച് ആയാൽ മതി. ഇത് 12 ആണ്, ഇവിടെ 2 ആണ്. എസ് 19 ആണ് ഒറിജിനൽ, പക്ഷേ ഇവിടെ അതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്, 4 ആണ്. ഈ വേർഡിനകത്ത് എസ് 4ാമത്തെ പൊസിഷനിലാണ്, ഒറിജിനലി എസ് 19 ആണ്. ഇത് 19 ആയിരുന്നെങ്കിൽ ഓക്കെ ആണ്, ഇതിൽ മൊത്തം 19 വേർഡ് പോലും ഇല്ല. അടുത്ത എച്ച് ഒറിജിനലി എത്രാമത്തെ പൊസിഷനിലാണ്, 8ലാണ് ഒറിജിനൽ വേർഡിനകത്ത്. ഇവിടെ പക്ഷേ എത്രാമത്തെ പൊസിഷനിലാണ്, 5 ആണ്, പെയർ ആവുന്നില്ല. എൽ ആക്ച്വലി 12 ആണ്, പക്ഷേ ഇവിടെ ഇത് 6ാമത്തെ പൊസിഷനിലാണ്. ഈ വേർഡിനകത്ത് എൽ 6ാമത്തെ പൊസിഷനിലാണ്. ഓക്കെ, ഒരു പക്ഷേ ഇവിടെ എഫ് വന്നിരുന്നെങ്കിൽ ശരിയായേനെ, കാരണം എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്, ഇവിടെ 6ാമത്തെ പൊസിഷനിൽ വന്നിരുന്നെങ്കിൽ ഇത് ഓക്കെ ആയേനെ, പക്ഷേ അങ്ങനെ അല്ല. അടുത്ത് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഐ 9th ആണ്, ഇവിടെ എത്രാമത്തേലാണ്, 7th പൊസിഷനിലാണ്. ജി ആക്ച്വലി 7 ആണ്, പക്ഷേ ഇവിടെ എന്താണ്, 8 ആയി. ഈ വേർഡിനകത്ത് 8ാമത്തെ പൊസിഷനിലും ആക്ച്വലി 7 മാച്ച് ആവുന്നില്ല. എച്ച് 8ാമത്തതാണ്, പക്ഷേ ഈ വേർഡിനകത്ത് ഇപ്പോൾ അത് 9ാമത്തെ പൊസിഷനിലാണ്. ടി ആക്ച്വലി 20 ആണ്, ഈ വേർഡിനകത്ത് 10ാമത്തെ പൊസിഷനിലാണ്. സോ ബേസിക്കലി ഇതിനകത്ത് എന്താണ്, ഒരു പെയർ പോലും നമ്മൾ ഈ പറയുന്ന പോലെ വരുന്നില്ല. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്, വലിയ ഡിഫിക്കൽട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, മനസ്സിലാക്കി പോയാൽ മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന്, ഈ ആൽഫബറ്റ്സിൻ്റെ നമ്മളെ ഒറിജിനൽ വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ലെറ്റർ എത്ര ദൂരത്തിലാണോ അത്രയും ദൂരത്ത് തന്നെയാണോ അതൊരു വേർഡിനകത്ത്. ഇതാണ് ഈ സെക്കൻഡ് ക്വസ്റ്റനിൽ ചോദിച്ചത്. അവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് ലെറ്ററിനിടയ്ക്ക് ഒറിജിനൽ ആൽഫബറ്റ്സിനിടെ എത്ര ഗ്യാപ്പ് ഉണ്ടോ അത്രയും തന്നെ ഗ്യാപ്പ് ആ വേർഡിനകത്തും ആ രണ്ട് ലെറ്റേഴ്സിനകത്ത് ഉണ്ടോ ഇല്ലെന്നാണ്. അത് ഫോർവേഡ് ബാക്ക്വേർഡും പറഞ്ഞിട്ടില്ല. ഫോർവേഡ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഓർഡർ നോക്കണം, എന്നാൽ ലെഫ്റ്റ് ടു റൈറ്റ് A to B ആ ഒരു ഓർഡറിൽ നോക്കണം. ബാക്ക്വേർഡ് പറയുകയാണെങ്കിൽ തിരിച്ചുള്ള ഓർഡർ നോക്കണം. അത്രേ ഉള്ളൂ ക്വസ്റ്റനിൽ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം. ഇവിടെ നോക്ക്. How many pairs of letters are there in the word operator in which difference between them is the same as in the English alphabet? നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റൻ ആണിത്. എന്ന് വെച്ചാൽ ഓപ്പറേറ്ററിനകത്ത് ഇങ്ങനെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, വേർ ആ ലെറ്റേഴ്സിനിടയ്ക്കുള്ള ഡിഫറൻസ് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. സോ നമുക്ക് നോക്കാം. ഓപ്പറേറ്റർ ഞാൻ പറയും പോലെ ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് അപ്രോച്ച് പറഞ്ഞു തന്നില്ല അല്ലേ? ഓക്കെ, സോ അതും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് സെക്കൻഡ് അപ്രോച്ച് ക്രെഡിബിളിൻ്റെ കേസിൽ സെക്കൻഡ് അപ്രോച്ച് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിനും പ്ലേസ് വാല്യൂസ് എഴുതുക. 3, പിന്നെ ഇത് RST 18, ഇത് 5, പിന്നെ 4, ഇത് 9, അതുപോലെ 2, പിന്നെ 12 and 5. ഇവിടെ നോക്ക്.
3, 5. 3ക്കും 5ക്കും ഇടയിൽ എത്ര നമ്പർ ഉണ്ട്? 4. ദാറ്റ് ഈസ് ഒരു നമ്പർ ഉണ്ട്. ഇവിടെയും ഒരു നമ്പർ ഉണ്ട്, ഒരു പെയറായി. ഓക്കെ, ഇവിടെ 4, 5 അടുത്തടുത്താണ്, ഗ്യാപ്പില്ല, അടുത്ത പെയറായി. ഇവിടെ 2, 4. 2, 4-നിടയ്ക്ക് ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അടുത്ത പെയറായി. 2, 5. 2, 5-നിടയ്ക്ക് 2 നമ്പർ ഉണ്ട്, അവിടെയും ആക്ച്വലി നമുക്കിവിടെ 2 നമ്പർ ഉണ്ട്, അതുപോലെ വേറെ ഇല്ല. ഓക്കെ, ഇവിടെയും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ഇവിടെ 3, 4, 5, 6 അങ്ങനെ പറഞ്ഞ് പോവുകയാണെങ്കിൽ എല്ലാം പെയറും കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലത് മിസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലെറ്റേഴ്സിൻ്റെ പുറത്ത് വാല്യൂസ് എഴുതാതാണ് ഞാൻ ആദ്യം ചെയ്ത, വാല്യൂസ് എഴുതിയും ചെയ്യാം. രണ്ട് രീതിയിലായാലും സിമ്പിൾ സെയിം അപ്രോച്ച് തന്നെയാണ്, കാര്യം സെയിം തന്നെയാണ്. ജസ്റ്റ് വാല്യൂസ് എഴുതുമ്പോൾ ചിലർക്ക് കംഫർട്ടബിൾ ആണ്, വാല്യൂസ് എഴുതാതെ ചിലർക്ക് കംഫർട്ടബിൾ ആണ്. സോ ഇവിടെ നമുക്ക് തന്നിങ്ങനെ വേർഡ് ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ എന്നുള്ള വേർഡിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചെക്ക് ചെയ്ത് നോക്കണം. സോ OP, ഇത് ഫസ്റ്റ് പെയർ തന്നെ ആയില്ലേ, നമ്മൾ ഓയിൽ അങ്ങോട്ട് വായിച്ചു പോയി OP. സോ OP ഒരു പെയറായി. നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് ഒന്നും പറഞ്ഞിട്ടില്ല, സോ ജസ്റ്റ് ഗ്യാപ്പ് നോക്കി പോയാൽ മതി. OPQR ഉണ്ടോ, ഓയും ആറും അടുത്ത പെയർ, ഓയും ആറും. OPQR, OQയും ആറിനോടൊക്കെ 2 ലെറ്റേഴ്സ് ഉണ്ട്, PQ. ഇവിടെയും OQRനോടൊക്കെ 2 ലെറ്റേഴ്സ് ഉണ്ട്. സോ അടുത്ത് മുമ്പോട്ട് വായിച്ചു പോവാ. OPQRST ഉണ്ടോ, ഇതും കിട്ടിയിട്ടുണ്ട്. ഓയും TQ ഇടയിൽ, OQയും TQ ഇടയിൽ എത്ര ഉണ്ട്? PQR. ഓക്കെ, PQRS. അതേപോലെ ഇവിടെ 4 ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ OPQRSTUV അങ്ങോട്ടില്ല. ഇനി അടുത്ത PQR അടുത്ത് PR. ഓക്കെ, പിക്കും ആറിനും ഇടയ്ക്ക് ഓരോ ലെറ്റർ ഉണ്ട്, ഇവിടെയും PQRനും ഇടയ്ക്ക് ഒരു ലെറ്റർ ഉണ്ട്. PQRST, വീണ്ടും പിയും ടിയും. സോ പിക്കും ടിക്കും ഇടയിൽ 3 ലെറ്റേഴ്സ് ഉണ്ട്, QRS അതേപോലെ ഇവിടെയുണ്ട്. PQRSTUV ഇല്ല, അതിനോട്ട് PQ ഇങ്ങോട്ടും ഇല്ല. അടുത്ത് EFGHIJ, EFG ഇങ്ങോട്ടും ഇല്ല. RST ഉണ്ടോ, RTക്കും ഇടയിൽ ഒരു ലെറ്റർ. സോ ഇവിടെ ഓൾറെഡി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് ഓപ്ഷൻസ് നോക്ക് 1, 2, 3, മോർ ദാൻ 3 കിട്ടിക്കഴിഞ്ഞ്. ഓക്കെ, ഇവിടെ 6 ഓൾറെഡി ആയി. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ബാക്കിയുള്ളത്. RSTUV അത് വരില്ല, RST ഇങ്ങോട്ടും ഇല്ല. ABCDE അതും വരില്ല. TUVWXY അതും വരില്ല. OPQR ഉണ്ടോ, ഓയും ആറും. OPQR. സോ OR നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. സോ 2 രീതിയിൽ വരുന്നുണ്ട്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ സിംഗിൾ പാറ്റേൺ. ഓക്കെ, എനിവേസ് എന്തായാലും മോർ ദാൻ 3 ആയിട്ടുണ്ട്. സോ PQRST വേറെ ഒന്നുമില്ല. ഓക്കെ, സോ നമുക്കിവിടെ 6 പെയർസ് കിട്ടുന്നുണ്ട്. ഐ ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? If the letters in the word break are rearranged as they appear in the English alphabet, then the position of how many letters will remain unchanged after the rearrangement? So basically അവർ പറയുന്നത് ബ്രേക്ക് എന്നുള്ള വേർഡിൻ്റെ ലെറ്റേഴ്സിന് എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യണം. ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം എന്തായിരിക്കും വരുന്നത്? A. ഓക്കെ, സോ ഇതിൽ സ്മോളസ്റ്റ് ലെറ്റർ ആദ്യം വരും A, പിന്നെ അത് കഴിഞ്ഞിട്ട് B വരും, അത് കഴിഞ്ഞിട്ട് E വരും, അത് കഴിഞ്ഞിട്ട് K വരും, അത് കഴിഞ്ഞിട്ട് R. സോ അവർ പറഞ്ഞത് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഏത് ലെറ്ററിൻ്റെ പൊസിഷനാണ് ചേഞ്ച് ആവാതെ കിടക്കുന്നത്. സോ ഇയുടെ പൊസിഷൻ ഒറിജിനൽ വേർഡിലും ഇത് 3rd പൊസിഷൻ തന്നെയാണ്, ഇവിടെയും 3rd പൊസിഷൻ തന്നെയാണ്. സോ ഈ ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്? ഒരു ആവശ്യമില്ല. ഇവിടെ ഇപ്പം ബ്രേക്ക് എന്നുള്ള വേർഡ് കിടക്കുകയാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ മനസ്സിൽ തന്നെ വായിക്കണം, ഇതിൽ സ്മോളസ്റ്റ് ലെറ്ററിന് ആദ്യം കൊണ്ടുവരണം മനസ്സിൽ. ബിയുടെ മുകളിൽ A വരും, ഓക്കെ, അത് കഴിഞ്ഞിട്ട് B വരും, സെക്കൻഡ് ലെറ്റർ, അത് കഴിഞ്ഞിട്ട് E വരും, അത് കഴിഞ്ഞിട്ട് K, അത് കഴിഞ്ഞിട്ട് R. സോ ഈ വെച്ച് മാച്ചായി, അതാണ് ആൻസർ. അവിടെ എത്ര വലിയ വേർഡ് ആയാലും നിങ്ങൾക്ക് അതിലുള്ള ലെറ്റേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൽ വായിക്കണമെന്നേ ഉള്ളൂ. ഇതിനെ റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡറിൽ വായിക്കാൻ ക്വസ്റ്റൻസും ചോദിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ റിവേഴ്സ് ആൽഫബറ്റിക് ഓർഡറിലും ഈ ചോദ്യം ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്ക്. ഇതും സിമ്പിൾ ക്വസ്റ്റൻ ആണ്, നമുക്ക് എങ്ങനെ നോക്കാം. സോ ഇഫ് ഇൻ ദ വേർഡ് ഡിസ്റ്റർബൻസ് ഫസ്റ്റ് ലെറ്റർ ഈസ് ഇന്റർചേഞ്ച് വിത്ത് ദ ലാസ്റ്റ്, സെക്കൻഡ് ലെറ്റർ ഈസ് ഇന്റർചേഞ്ച് വിത്ത് ദ 10th and so on, which would come after T in the newly formed word? So word തന്നെങ്കിൽ എന്താണ്? ഡിസ്റ്റർബൻസ്. ഡിസ്റ്റർബൻസ് എന്നുള്ള വേർഡാണ്. ഓക്കെ, അവർ പറയുന്നത് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ, ഓക്കെ,
ഇങ്ങനെ ഒരു വേർഡിൽ അവർ പറയുന്ന ഫസ്റ്റ് ലെറ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർചേഞ്ച് വിത്ത് ദ ലാസ്റ്റ്. എന്ന് വെച്ചാൽ ഡി മാറിയിട്ട് എങ്ങോട്ട് പോകും, ഇയുടെ സ്ഥാനത്ത് പോകും. പിന്നെ സെക്കൻഡ് ലെറ്റർ ഇസ് ഇന്റർചേഞ്ച് വിത്ത് ദ 10th ലെറ്റർ. സോ മൊത്തത്തിൽ എത്ര ലെറ്റർ ഉണ്ട് ഇവിടെ? 3, 6, 8, 10 ലെറ്റർ ഉണ്ട്. 8, 3, 11 ലെറ്റർ ഉണ്ട്. സോ രണ്ടാമത്തത് 10ാമത്തോടെ പോകുന്ന പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, പിന്നെ സോ ഓൺ. അതിൻ്റെ അർത്ഥം ഇത് റിപ്ലേസ് ആയി അങ്ങനെ പോകും. ഈ ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ്, ആ രീതിയിൽ. സോ ജനറലി നമുക്കിപ്പോൾ ഞാൻ ട്രഡീഷണലി എല്ലാവരും ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് എൻ്റെ ഷോർട്ട് കട്ടിലും പറഞ്ഞുതരാം. എല്ലാവരും ചെയ്യണം എന്താണ്, ഡീനെ അങ്ങോട്ട് കൊണ്ടുവിടും, ഇ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ഇ ഇവിടെ, ഡി അപ്പുറത്ത്, പിന്നെ ഐ അങ്ങോട്ട്, സി ഇങ്ങോട്ട്, അങ്ങോട്ട് റിപ്ലേസ് ആവാണ്. സി ഇങ്ങോട്ട്, ഐ അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് എസ് ഇപ്പുറത്ത്, എസ് അപ്പുറത്ത്, എൻ ഇങ്ങോട്ട്, എന്നും എസ്സും. അത് കഴിഞ്ഞിട്ട് ടി എ. സോ എ ഇവിടെ, ടി ഇവിടെ, പിന്നെ യു ബി, ബി യു, പിന്നെ ആർ അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെയാണെങ്കിൽ ടിക്ക് ശേഷമുള്ള വേർഡ് ഏതാണ്? എസ് ആണ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്, ടിക്ക് ശേഷം എന്ത് വരുമെന്നാണ്. സോ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാം, പക്ഷേ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്ക് എന്താണ് അത് ചെയ്യേണ്ട ആവശ്യം? അതൊന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടൊന്ന് ലോജിക് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള വേർഡിൽ നമുക്ക് എന്താണ് അറിയാമെന്നുള്ളത്? ഫസ്റ്റിൻ്റെ കൂടെ എന്ത് റിപ്ലേസ് ആവും? ലാസ്റ്റ് റിപ്ലേസ് ആവും. സെക്കൻഡോടെ സെക്കൻഡ് ലാസ്റ്റ് റിപ്ലേസ് ആവും. തേർഡിൻ്റെ കൂടെ തേർഡ് ലാസ്റ്റ് റിപ്ലേസ് ആവും. ഫോർത്തിൻ്റെ കൂടെ ഫോർത്ത് ലാസ്റ്റ് റിപ്ലേസ് ആവും. ആണല്ലോ. നമ്മുടെ ടീയുടെ കാര്യമല്ലേ ചോദിച്ചിരിക്കുന്നത്? ടിക്ക് ശേഷമുള്ള ലെറ്റർ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ടി റിപ്ലേസ് ആയതിനു ശേഷം എവിടെ പോകും? ടി ഇവിടെ നിന്ന് 4ാമത്തെയാണ്. അപ്പോൾ റിപ്ലേസ് ആകുമ്പോഴെന്താവും? അവിടെ നിന്ന് 4ാമത്തെ പൊസിഷനിൽ വരും. ടി റിപ്ലേസ് ആകുമ്പോഴെന്താവും? അവിടെ നിന്ന് 4ാമത്തെ പൊസിഷനിൽ വരും. ദാറ്റ് ഈസ് ടി ഇവിടെയാണ് വരുന്നത്. സോ മൈൻഡിൽ ചിന്തിച്ചാൽ മതി, എയുടെ സ്ഥാനത്ത് എന്താവും? ടി വരും. ഇനി നമുക്ക് ടിക്ക് ശേഷമുള്ളതല്ലേ വേണ്ടേ? സോ ടിക്ക് ശേഷം എൻ ആണ് കിടക്കുന്നത്, പക്ഷേ എൻ ആക്ച്വലി റിപ്ലേസ് ആവുന്നുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ്. റിപ്ലേസ് എൻ എന്തിനൂടെ ആവും? എൻ അവിടെ നിന്ന് തേർഡ് ലാസ്റ്റ് ആണ്. എൻ എന്തിനോട് റിപ്ലേസ് ആവും? ഫസ്റ്റ് നിന്ന് തേർഡ് പൊസിഷനിലുള്ളതിന്, എസിനോട്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എസ് എന്നിരിക്കും. സോ ടിക്ക് ശേഷം എന്ത് വരും? എസ് വരും. ആ രീതിയിലും ചിന്തിക്കാം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് രണ്ടാമത്തെ സംഭവം അപ്പുറത്തോട്ട്, അവിടെ നിന്ന് രണ്ടാമത്തോട്ട് റിപ്ലേസ് ആവും. അപ്പോൾ ഇവിടുത്തെ 4ാമത്താണ് വേർഡ് ലെറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് എവിടെ ഇങ്ങോട്ട് പോകും? അവിടെ നിന്ന് 4ാമത്തെ ലെറ്ററിനോട്. അതിന് ശേഷമുള്ള ലെറ്ററാണ് നമുക്ക് വേണ്ടത്. സോ എൻ ഒറിജിനലി കിടക്കുന്നതാണ്. റിപ്ലേസ്മെൻറ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഈ സംഭവത്തോടെ റിപ്ലേസ് ആണ്. സോ എസ് അതിൻ്റെ സ്ഥാനത്ത് പോകും. സോ ടിക്ക് ശേഷം നമുക്ക് എന്ത് വരും? എസ് വരും. ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ. വളരെ സിമ്പിൾ കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത വേർഡ് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നോക്കിയതുപോലെയാണ്. ഹൗ മെനി സച്ച് പെയർസ് ഓഫ് ലെറ്റർ ഇൻ ദ വേർഡ് ക്ലിയറിംഗ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് 1 letter between them in the word as also in the alphabet. ഇവിടെ ക്വസ്റ്റനിൽ മറ്റേൽ എന്താണ്? 2 ലെറ്ററിനിടയിൽ എത്ര ലെറ്റർ ഉണ്ടോ അത്രയും തന്നെ താഴെ ഉണ്ടാണ്. അപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, എത്ര വേണമാവാം. പക്ഷേ ഇവിടെ അതല്ല ചോദിക്കുന്നത്. എല്ലാം അങ്ങനത്തെ പേരല്ല ചോദിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനത്തെ 2 ലെറ്റേഴ്സ് വേണം. ഒറിജിനൽ ആൽഫബറ്റിൽ അവർക്കിടയിൽ 1 ലെറ്ററേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ എന്താണ്? 1 ലെറ്ററേ ഉള്ളൂ. അങ്ങനത്തെ ആൽഫബറ്റ് ആണ് നമുക്ക് വേണ്ട. സോ ആ ക്വസ്റ്റനെ കുറച്ച് മോഡിഫൈ ചെയ്തു, അത്രേ ഉള്ളൂ. സോ ക്ലിയറിംഗ് എന്നുള്ള വേർഡാണ്. ക്ലിയറിംഗ്. സോ ലെറ്റ്സ് സി അങ്ങനത്തെ എത്ര വേർഡ്സ് ഉണ്ടെന്ന്. സോ നമുക്ക് നോക്കാം. സി ഡി ഇ കണ്ടോ? സിക്കും ഇക്കും ഇടയിൽ ആക്ച്വലി 1 ലെറ്ററേ ഉള്ളൂ. ഇവിടെ 1 ലെറ്ററേ ഉള്ളൂ. സിയും ഇയും ഒരു പേരാവും. പിന്നെ അടുത്ത് സി ഡി ഇ എഫ് ജി എച്ച് ഐ ഒന്നും വരില്ല. എൽ എം എൻ ഒ പി ക്യു പറ്റില്ല. എൽ എം പറ്റില്ല. ഇ എഫ് ജി ഐ ജെ അത് പറ്റില്ല. കാരണം നോക്ക്, ഇ എഫ് ജി എച്ച് ഐ അത് പറ്റില്ല. ഇ എഫ് ജി അത് പറ്റില്ല. എ ബി സി ഡി ആർ എസ് ടി യു വി അടുത്ത ഐ ജെ കെ എൽ എം എൻ. സോ ആകെ കൂടി ഒറ്റ പേരേ ഉള്ളൂ. വേർ യു ഹാവ് 1 ഗ്യാപ്പ്. സോ ആൻസർ ഈസ് 1. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ടിൽ ദെൻ പ്ലീസ് മേക്ക് ഷുവർ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം. നമ്മളെ ആപ്പിനകത്ത് ഇതേപോലത്തെ കുറേ പ്രാക്ടീസ് ക്വസ്റ്റൻസ് കിടപ്പുണ്ട്. നിങ്ങൾ അതിൽ കയറിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഫ്രീ ഓഫ് കോസ്റ്റ് ക്വസ്റ്റൻസ് ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് ദെൻ രജിസ്റ്റർ ചെയ്തിട്ട് യു ക്യാൻ പ്രാക്ടീസ് ആസ് മെനി ക്വസ്റ്റൻസ് യു വാണ്ട്. ഓക്കെ, സോ താങ്ക് യു ഓൾ ഓഫ് യു. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് മേക്ക് ഷുവർ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ചാനൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് പറയാം. താങ്ക് യു, ബൈ.